യൂറിക് ആസിഡ് രോഗികൾ സ്ഥിരം പറയുന്ന ഒരു പ്രശ്നമാണ്, ഡോക്ടറെ മരുന്ന് കഴിച്ചു യൂറിക് ആസിഡ് കുറയുന്നില്ല. ഈ യൂറിക് ആസിഡ് അസുഖം ചികിത്സ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. യൂറിക് ആസിഡ് ജീവിതശൈലി രോഗമാണ്. ആ ജീവിതശൈലി രോഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജീവിതശൈലി മാറ്റങ്ങൾ അനിവാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അമിതമായി റെഡ് മീറ്റ് കഴിക്കുന്ന ആളുകൾ യൂറിക് ആസിഡ് പൊങ്ങി കാണപ്പെടുന്നു. രണ്ടാമത് തീരെ ശരീരം അളകാത്ത യാതൊരു എക്സസൈസും ചെയ്യാത്ത ആളുകളിൽ, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളിൽ യൂറിക് ആസിഡ് ഉയർന്ന് കാണപ്പെടുന്നു. അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കാത്ത ആളുകളും യൂറിക് ആസിഡ് ഉയർന്ന് കാണപ്പെടുന്നുണ്ട്. യൂറിക് ആസിഡ് കുറക്കാൻ ഒരിക്കലും മരുന്ന് കഴിച്ചുകൊണ്ട് തൽക്കാലം യൂറിക് ആസിഡ് കുറഞ്ഞു കാണപ്പെടും, വീണ്ടും പൊങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ചികിത്സിക്കുന്നത് റൂട്ട് കോസിനെയല്ല. യൂറിക് ആസിഡ് മെറ്റബോളിസം ശരീരത്തിൽ ഡിസോർഡർഡായി കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസോർഡറിനെ ഓർഡറിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകളാണ് കഴിക്കേണ്ടത്. ഈ ഹോമിയോപ്പതി മരുന്നിന്റെ കൂടെ തന്നെ അവരുടെ ജീവിതശൈലി മാറ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസസും പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ, അവർ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുന്ന പോലെ റെഡ് മീറ്റ് കൺസപ്ഷൻ, എക്സസൈസ്, വാട്ടർ ഇൻടേക്ക്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും യൂറിക് ആസിഡ് കേസിൽ ആശ്വാസം നൽകാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.